ഇന്ന് നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ഒരു രോഗി മരിച്ചതായിട്ടുള്ള പരാതിയും അതിനെ ചൊല്ലിയുള്ള വലിയ പ്രതിഷേധങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതേസമയം ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് അധികൃതർ ഭാഗത്തു നിന്ന് വരുന്നത്. വേണുവിന്റെ മരണത്തിൽ പ്രതികരണവുമായിട്ടാണ് അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രംഗത്ത് വന്നത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് CG ജയചന്ദ്രൻ പറഞ്ഞു. ചികിത്സയ്ക്കായി എത്തിയപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരുന്നുവെന്നും വേണുവിന് പരമാവധി ചികിത്സ നൽകിയെന്നും ജയചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഡോക്ടർമാർ കണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നവരെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത്. അതെല്ലാം വെരി മച്ച് ദെയർ ഇൻ ദ കേസ് ഷീറ്റ്. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാര് വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ അമൽ തേനമ്പറമ്പിലും കണ്ണൻ നായരുമാണ് എനിക്കൊപ്പം ചേരുന്നത്. കണ്ണൻ നായരിലേക്ക് പോകാം. കൊല്ലത്ത് നിന്നുള്ള വ്യക്തിയാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമുക്ക് മനസ്സുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ ആ ശബ്ദ സന്ദേശത്തിൽ വേണു പറഞ്ഞ കാര്യങ്ങൾ ഒരു അങ്ങേയറ്റം ഗതികെട്ട ഒരു നിമിഷമാണ്. നമ്മൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവിടെ അവരുടെ കരങ്ങളിൽ നിന്നും ഉള്ള സ്പർശം, സാന്ത്വന സ്പർശമൊക്കെ ഏൽക്കുമ്പോൾ തന്നെ നമ്മുടെ പാതി അസുഖം അവിടെ മാറുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പം. പക്ഷേ അതല്ല, ഒരു കാരാഗ്രഹം പോലെയാണ് അവിടെ അദ്ദേഹം കിടന്നത് എന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാൻ കഴിയില്ല. ഒരു കുടുംബനാഥനാണ് മരണപ്പെടുന്നത്. കാരണം എന്താണ് അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെയൊക്കെ സ്വരം? പ്രതീക്ഷ, ഞാൻ ഇന്ന് രാവിലെ ആ മനുഷ്യൻ്റെ ഓഡിയോ കേട്ടു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആ ഓഡിയോ കേട്ടു. അതിനുശേഷം ഇപ്പോൾ ഈ സൂപ്രണ്ടിൻ്റെ ആ ബൈറ്റും കൂടെ കേൾക്കുകയായിരുന്നു. എത്ര ലാഘവത്തോടു കൂടിയാണ് ഒരു മനുഷ്യൻ്റെ മരണത്തെ ഇവർ കാണുന്നതെന്നുള്ളതാണ്. ജില്ലാ ആശുപത്രിയിൽ നിന്നും അതീവ ഗുരുതരാവസ്ഥയിൽ വിട്ട ഒരു രോഗിയാണ്. അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ പറ്റാത്ത അവസ്ഥയാണ് എന്ന് കുടുംബത്തോട് പറയണ്ടേ? അങ്ങനെ പറയാൻ അവർ തയ്യാറായിട്ടില്ല. 6 ദിവസം ആ മനുഷ്യനെ കിടത്തി നരകയാതന അനുഭവിപ്പിച്ച് അവസാനം ഒരു ഗതിയുമില്ലാതെ അദ്ദേഹം ആ കട്ടിലിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ. എത്രത്തിൽ ബുദ്ധിമുട്ടുള്ള രോഗിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കുക എന്നാണ് നോക്കേണ്ടത്. പക്ഷെ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ തയ്യാറാകാതിരുന്ന ഈ വ്യക്തിക്കെതിരെ ഈ ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ തന്നെ ആവശ്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട്. കാര്യം UDF പ്രവർത്തകർ ദേശീയപാത 66 ഉപരോധിച്ചു. പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവരെ പിടിച്ചവിടെ നിന്ന് മാറ്റി. അല്ലാത്ത പക്ഷം വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ടാവേണ്ടതാണ്. ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. ദേശീയപാതയിൽ പണി നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയത്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോഴും ഈ കുടുംബം എന്ന് പറയുന്നത് നിർധന കുടുംബമാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ആ മനുഷ്യനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ സമയത്ത് ഭാര്യ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ആ വ്യക്തിയെ, ഭർത്താവിനെ, വേണുവിനെ ഒന്ന് കാണണം, ഒരു തവണയെങ്കിലും ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർമാർ അവിടുത്തെ ജീവനക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് അന്ന് കരഞ്ഞുകൊണ്ട് ആ ഭാര്യ പറയുന്നത്. കാര്യം ആ അവസാന നിമിഷം ആ ഭർത്താവിനെ ഒന്ന് കാണാൻ പോലും, അല്ലെങ്കിൽ അച്ഛനെ കാണാൻ പോലും മക്കളെ അനുവദിക്കാത്തൊരവസ്ഥയിൽ കൊണ്ടുപോയി കൊന്നു എന്ന് ഒരു ആരോപണത്തിലേക്കാണ് ഇപ്പോൾ ഓരോ പ്രദേശവാസികളും ബന്ധുക്കളും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. ഏറ്റവും 1-ാം നമ്പർ ആരോഗ്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണെന്നൊക്കെ നമുക്ക് വാക്കാൽ പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അനുഭവം കാണുമ്പോൾ അതൊന്നും അല്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടി വരും. വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ കുടുംബനാഥനെയാണ് നഷ്ടമായത്. ശരി, കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആ വിവരണങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ നമ്മുടെ നെഞ്ച് ഉലഞ്ഞു പോകും. അമൽ, നമ്മൾ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ ദൈവത്തിനടുത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നത് പോലെയാണ്. കാരണം അത്രയും അവിടെ ഒരു സാന്ത്വനം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും പോകുന്നത്. അവിടെ അതൊരു കുരുതിക്കളമായി അത് മാറുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം ആ വേണുവിൻ്റെ വാക്കുകൾ അമൽ ശ്രദ്ധിച്ചാണ്. ആ വ്യക്തി ഇന്ന് ഇല്ല. അങ്ങനെ ഒരു ബൈറ്റ് നമുക്കൊരു പ്രതികരണം കൊടുക്കുന്നത് തന്നെ നമുക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്നാണ് നമ്മൾ ആ പ്രതികരണം കൊടുക്കുന്നത് പോലും. അപ്പോൾ എന്താണ്, എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ഇക്കാര്യത്തെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്. അമൽ തന്നെ എത്ര വാർത്തകൾ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടു അല്ലാതെയൊക്കെ നമ്മൾ എത്രയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. എന്തെങ്കിലും ഒരു അപ്ഡേഷൻ അതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. ഇരകൾ എക്കാലവും ഇരകളായി തന്നെ മാറുന്നു. ഈ സംഭവം എത്രത്തോളം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്? പ്രതീക്ഷ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്തകൾ തന്നെ എത്രയോ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. സമീപകാലത്ത് തന്നെ എത്ര വാർത്തകളാണ്. ഗൈഡ് വെയർ ശരീരത്തിൽ കുടുങ്ങിയ വിഷയം, കയ്യിലെ ശസ്ത്രക്രിയയുടെ വിഷയം, കോഴിക്കോടത്തെ വിഷയം, അങ്ങനെ സർക്കാർ ആശുപത്രികളിൽ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പിഴവുകൾ നിരന്തരമായിട്ടുണ്ടാവുകയാണ്. ഡോക്ടർമാർ ആക്രമണം നേരിടുന്ന സമയത്ത് നമ്മൾ ഡോക്ടർമാർക്ക് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ രോഗികൾക്ക്, പ്രതീക്ഷ പറഞ്ഞതുപോലെ, നമ്മൾ ഒരു ഡോക്ടറുടെ മുന്നിലേക്ക് ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവൻ അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്. മറ്റാരുടെയെങ്കിലും മുന്നിൽ നമ്മളങ്ങനെ പരിപൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഈ ദൈവത്തിലേക്ക്
ആളുകൾ സ്വയം സമർപ്പിച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ വിശ്വാസം അർപ്പിച്ച് നമ്മൾ പോയിരിക്കുമ്പോഴാണ് കൃത്യമായ ചികിത്സ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞ കാര്യം സൂപ്രണ്ട് നിഷേധിച്ചിട്ടുണ്ട്, കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഈ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ നേരിട്ട് കാണാനായി രണ്ടാം വാർഡിലും മറ്റുമൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞത് സത്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം തറയിൽ കിടത്തി മരുന്ന് കൊടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്ത് വിട്ടിട്ട് ഏകദേശം ഒരു 1.5 മാസം മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ അമൽ, ഈ ആരോഗ്യമന്ത്രി വല്ലാതെ മേനി നടിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴാണ്, ഇന്നാണെങ്കിലും ഇപ്പോൾ അല്പസമയത്തിനകം ഒരു പക്ഷേ വല്ല പ്രസ് റിലീസോ അല്ലെങ്കിൽ പ്രതികരണമോ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. ആ മന്ത്രിയുടെ ഈ ബൈറ്റും ഈ മന്ത്രി അധികാരത്തിലേറിയ ശേഷമുള്ള മുൻകാല ബൈറ്റുകളും വന്ന് നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് തപ്പിക്കഴിഞ്ഞാൽ മന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള ഒരു ഈ നാട്യമുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവും. കാരണം എല്ലാത്തിനെയും ഇപ്പോൾ ചെയ്തു കളയാം. ആ സംഭവത്തിൽ എന്തുണ്ടായി, എത്രയോ സംഭവം ഉണ്ടായി. എവിടെയൊക്കെ ഏറ്റവും ഒടുവിലായി സുമയ്യയുടെ കേസ് നമുക്കറിയാമല്ലോ, എങ്ങനെയാണ് ഹർഷിനയുടെ കേസ് നാം കൈകാര്യം ചെയ്ത രീതിയാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ്, ഈ സൂപ്രണ്ടിൻ്റെ വാദങ്ങളെ വിശ്വസിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് കടം പറഞ്ഞ പോലെ നോക്കുക, ആ 2 പെൺമക്കളാണ്. ഇനി അവർ എങ്ങനെ ജീവിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലൊക്കെ നഷ്ടപരിഹാരം അർഹിക്കുന്നവരാണ് അവരൊക്കെ. അതൊക്കെ പ്രതീക്ഷിക്കാമോ? മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലും നടപടിയും ഉണ്ടാകുമോ? അതോ KGM-CT, KGMOയൊക്കെ പോലെ വളരെ തിട്ടൂരം പുറപ്പെടുവിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ ആ തനിയാവർത്തനങ്ങളായിരിക്കും നമ്മൾ കാണേണ്ടി വരിക? പ്രതീക്ഷ, നിലവിലെന്തായാലും നമ്മൾ ഈ മന്ത്രിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അവിടെ നിന്നും വാർത്താക്കുറിപ്പ് വരുന്ന ചില നമ്പറുകളുണ്ട്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് മന്ത്രി ഒരു റിപ്പോർട്ട് തേടാനുള്ള സാധ്യതയുണ്ട്. അതാണ് പതിവ്. അത് തമാശല്ല, അത് നമ്മളതിനെ അങ്ങനെ ചെറുതാക്കി കാണാൻ കഴിയില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്തിയതിന് ശേഷം റിപ്പോർട്ട് തേടിയ മന്ത്രി ആരെയെന്ന ചോദ്യത്തിന് വീണ ജോർജ് എന്നല്ലാതെ മറ്റും മറുപടി ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളവരെ പരിഹസിക്കുന്നതല്ല. ഈ റിപ്പോർട്ടുകളെല്ലാം വാങ്ങി വെച്ച ശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, തുടർ നടപടികൾ എന്നുള്ളതാണ്. അത് ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ വയറ്റിൽ വെച്ച് ഒരു കത്രിക വയറ്റിൽ വെച്ച് ശസ്ത്രക്രിയ ചെയ്ത് തുന്നിക്കെട്ടി വീട്ടിൽ വിട്ടു. ആ കത്രിക എങ്ങനെയാണ് ഉള്ളിൽ വന്നത്? കത്രിക ഉള്ളിൽ പോയിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള വിചിത്രമായ വിശദീകരണം ഈ ലോകത്തെ ഏതെങ്കിലും ഒരു നാട്ടിൽ നൽകുമെന്ന് തോന്നുന്നില്ല. അവർക്കെതിരെ, കാരണം നേരത്തെ പ്രജീഷ് പറഞ്ഞ പോലത്തെ സമ്മർദ്ദ ശക്തികളുണ്ട്, ഡോക്ടർമാരുടെ സംഘടനകളും മറ്റുമൊക്കെയുണ്ട്. അവരെ ഭയന്നിട്ടായിരിക്കും. എന്തായാലും അതങ്ങനെ നീണ്ടുപോവുകയാണ്. ഈ വിഷയത്തിൽ എന്തായാലും നിലവിൽ റിപ്പോർട്ട് തേടിയിട്ടില്ല. അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി എടുക്കാവുന്നൊരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ചെയ്താൽ മതിയല്ലോ. കാരണം ആ രീതിയിലാണ്. കാരണം മന്ത്രി പറയുന്നതെല്ലാം ഒരേപോലെയുള്ള സംഭവങ്ങളാണ് ഓരോ സംഭവങ്ങളിലും പറയുന്നത്. അപ്പോൾ നമുക്ക് അത്ഭുതപ്പെടേണ്ട ഒരു സാഹചര്യം എന്തായാലും പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരോഗ്യ സംവിധാനത്തെ, കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടതാണ്. പ്രതീക്ഷ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ഡൽഹി അടക്കം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പല ആശുപത്രികളും, ഇപ്പോൾ ഡൽഹി എയിംസിലൊക്കെ സാധാരണ, ഡൽഹി എയിംസ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ആശുപത്രിയായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും അവിടെ ഒരു സാധാരണക്കാരന് ചികിത്സിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിന് നല്ല സൗകര്യമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ കന്യാകുമാരി അടക്കമുള്ള തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നും ഈ ആലപ്പുഴ മുതൽ താഴേക്കുള്ള കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ ഏറ്റവും വിശ്വാസപൂർവ്വം അവർ ചികിത്സയ്ക്കായി എത്തുന്ന ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്ന ഒരു ആശുപത്രിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. ഇവിടെ അങ്ങനെ പിഴവുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ മറ്റുള്ള ആശുപത്രികളുടെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഒരു മാതൃകാപരമായ നടപടി, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്ന ഒരു രോഗിയാണ്, വൈകാരികമായി ചിലപ്പം സംസാരിച്ചിട്ടുണ്ടാകാം. ഒരു ഡോക്ടറുടെ പരിചരണമൊക്കെ കുറച്ച് സമയം താമസിച്ചപ്പോഴുള്ള വൈകാരിക പ്രതികരണമായിരിക്കും. പക്ഷേ എന്താണ് വസ്തുത എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായത്. അതിനാൽ തന്നെ ഇതിനെ വളരെ ഗൗരവത്തിൽ ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ കാണും. തീർച്ചയായും അതങ്ങനെ കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇല്ലെങ്കിൽ പരമ കഷ്ടമാണ്. കാരണം 2 പെൺമക്കളുടെ പിതാവ്, ആ കുടുംബനാഥൻ ഇല്ലാതാകുമ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ പതിവ് പല്ലവി ആവർത്തിക്കാതെ ഈ വിഷയത്തിലെങ്കിലും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. നഷ്ടപരിഹാരമടക്കം നൽകിക്കൊണ്ട് ആ കുടുംബത്തെ ഏറ്റെടുക്കാനുള്ള ബാധ്യതയും ഈ സിസ്റ്റത്തിനുണ്ട്. ഇല്ലെങ്കിൽ പിഴച്ചുപോയ അല്ലെങ്കിൽ താളം തെറ്റിയ സിസ്റ്റം എന്ന് ഞങ്ങൾക്ക് വീണ്ടും പറയേണ്ടി വരും.